അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 92. തന്നെ വീഴാതെ പിടിച്ചു നിർത്തിയത് ആരെന്ന് മനസ്സിലായതുപോലെ നെഞ്ചു വിറച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നുപോയി മീനു. മീനാക്ഷി, പേടിക്കണ്ട, വീണില്ലടോ, വ്യാസ് ആർദ്രമായി പറഞ്ഞു. മീനു വിറയലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അന്ന് ആദ്യമായി അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ കുടുങ്ങിപ്പോയി. അവനൊന്ന് പുഞ്ചിരിച്ചു. പേടിച്ചുപോയോ? വ്യാസ് ചോദിച്ചു. ഉം. അവൾ അപ്പോഴും വിറയ്ക്കുകയായിരുന്നു. കണ്ണുകൾ ആ കണ്ണുകളിൽ തന്നെ തങ്ങി നിന്ന നിമിഷം അവന്റെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം നിറയുന്നത് അവൾ അറിഞ്ഞു. മുഖമാകെ അവന്റെ കണ്ണുകൾ അലയുന്നത് പോലെ. മീനുവിന്റെ തൊണ്ട വരണ്ടു. എന്തു പറ്റിയേട്ടാ? പെട്ടെന്ന് പുറകിൽ നിന്നും ലച്ചു വിളിച്ചു. മീനുവും വ്യാസും ഒരുപോലെ ഞെട്ടി. രണ്ടാളും പരസ്പരം പിടഞ്ഞു മാറി. പരസ്പരം നോക്കാൻ എന്തോ ജാള്യത. വ്യാസ് ലച്ചുവിനെ നോക്കി ചിരിച്ചു. അത് മോളെ, മീനാക്ഷി വീഴാൻ പോയതാ. ആണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ മീനു? ലച്ചു ആകുലതയോടെ ചോദിച്ചു. ഇല്ല, പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി. അവളുടെ പോക്കും നോക്കി നിന്ന വ്യാസിന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയും. അന്ന് രാത്രിയിൽ മീനുവിനൊപ്പം കിടക്കാൻ വന്നതായിരുന്നു ലച്ചു. മീനു കുറച്ചുനേരം മുന്നേ ലച്ചു ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്നല്ലാതെ അവൾ ലച്ചുവിനോട് ഒന്നും മിണ്ടിയിരുന്നില്ല. മീനു ബെഡിലെന്തോ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു. ലച്ചു അവളുടെ അടുത്തായി വന്നിരുന്നു. മീനു അവളെ മുഖമുയർത്തി നോക്കി. എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ മീനുവിന്? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ലച്ചു ചോദിച്ചതിന് മീനു തിരികെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി. അവള് പുഞ്ചിരിച്ചു. പക്ഷേ മീനു ചിരിച്ചില്ല. നീ എപ്പോഴാ തിരികെ പോകുന്നേ? പെട്ടെന്ന് മീനു ചോദിച്ചതും ലച്ചുവിന്റെ മുഖം വിളറിപ്പോയി. മീനുവിൽ നിന്നും അങ്ങനൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് നാളെ പൊക്കോളാ. അവളുടെ സ്വരം താഴ്ന്നു. മീനു അമർത്തി മൂളി. ഞാനിവിടെ നിൽക്കുന്നത് നിനക്കിഷ്ടല്ലേ? ലച്ചു ചോദിച്ചുപോയി. സത്യം പറയാലോ, അല്ല. നീ എന്തിനാ എൻ്റെ ഏട്ടന്മാരോട് സംസാരിക്കുന്നേ? എനിക്കിഷ്ടല്ല. അവൾ പല്ല് കടിച്ചു. ലച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അതെനിക്ക് അവരെ ഇഷ്ടമായതുകൊണ്ടാ. ഇഷ്ടോ? മീനു ശബ്ദമുയർത്തി. അയ്യോ, അങ്ങനെയല്ല, എൻ്റെ ഏട്ടനെ പോലെ തന്നെ എനിക്ക്. അവൾ പറഞ്ഞതും മീനു അവളെ തറപ്പിച്ചു നോക്കി. അങ്ങനെ ഏട്ടനാണെന്നും പറഞ്ഞ് എൻ്റെ ഏട്ടന്മാരോട് അടുക്കാൻ നിൽക്കണ്ട നീ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നാളെ തന്നെ പൊക്കോണം ഇവിടുന്ന്. മീനു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ കയറി കിടന്നു. ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മീനുവിൻ്റെ മനസ്സിലപ്പോൾ ലച്ചുവിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന വ്യാസിൻ്റെ മുഖമായിരുന്നു. എൻ്റേതാ വ്യാസേട്ടൻ, എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, അവൾ വാശിയോടെ പറഞ്ഞു. പതിയെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും തന്നെ ചേർത്ത് പിടിച്ച വ്യാസിന്റെ മുഖമായിരുന്നു അവളിൽ തെളിഞ്ഞത്. മീനു ഉറങ്ങിയിട്ടും ലച്ചുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. എന്തിനാ ഇവൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം? അവൾക്ക് അറിയുമായിരുന്നില്ല. അവൾക്ക് ഒന്ന് തനിച്ചിരിക്കാൻ തോന്നി. കലങ്ങിയ കണ്ണുകളുമായി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയതും ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാസിനെ, അഗ്നിയെ, അപ്പൂനെയും കണ്ട് അവൾ പകച്ചുപോയി. അവരെല്ലാം ഉറങ്ങിക്കാണുമെന്നാണ് അവൾ കരുതിയിരുന്നത്. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാനൊരുങ്ങി. ആഹാ, ലച്ചു ഉറങ്ങിയില്ലായിരുന്നോ? പെട്ടെന്ന് അഗ്നി പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു. ലച്ചു ഞെട്ടിപ്പോയി. അപ്പോഴാണ് അപ്പുവും വ്യാസും അവളെ കണ്ടത്. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ലച്ചു, എന്താ മോളെ ഉറങ്ങാത്തെ? വ്യാസ് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അവൾ അവരെ തിരിഞ്ഞു നോക്കി തലതാഴ്ത്തി നിന്നു. അതേട്ടാ, ഉറക്കം വന്നില്ല, അതുകൊണ്ടാ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. പക്ഷെ അവളുടെ ശബ്ദത്തിലെ വ്യത്യാസം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായി. മൂന്നാളുടെയും നെറ്റി ചുളിഞ്ഞു. ലച്ചു, ഇവിടെ വാ. വ്യാസ് അവളെ ഗൗരവത്തോടെ വിളിച്ചു. അവൾ തലതാഴ്ത്തി അവന്റെ മുന്നിൽ പോയി നിന്നു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് വ്യാസ് പകച്ചുപോയി. അഗ്നി, അപ്പു സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. മോളെ, എന്തിനാ കരയുന്നേ? വ്യാസ് ടെൻഷനോടെ ചോദിച്ചു. അവള് വിതുമ്പിക്കൊണ്ട് പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു. വ്യാസ് അഗ്നിയെ, അപ്പുവിനെ നോക്കി. അവരും അവൾക്ക് അടുത്തേക്ക് വന്നു. ലച്ചു, എന്താ മോളെ? എന്തിനാ കരയുന്നേ? അതിനു വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായേ? വ്യാസ് ആകുലതയോടെ ചോദിച്ചു. നമുക്ക് പോവാട്ടാ, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അഗ്നിയുടെ മുഖം ചുളിഞ്ഞു. പോവേ? ഇപ്പോഴോ? അതിനുവേണ്ടി എന്തുണ്ടായി? അഗ്നി പെട്ടെന്ന് അവളെ വ്യാസിന്റെ അടുത്തുനിന്ന് പിടിച്ചു മാറ്റി അവളെ നോക്കി. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ട്. എന്റെ പൊന്നു ലച്ചു, നീ കാര്യം പറ, വെറുതെ ഇങ്ങനെ കരയാതെ. അപ്പു അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. എന്താ ഇവിടെ? ആരും ഉറങ്ങിയില്ലേ? ഹാളിന്ന് ശബ്ദം കേൾക്കുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് പുറത്തേക്ക് വന്നതാണ് മോഹനും ചിത്തിരയും. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് അവരും പകച്ചുപോയി. അയ്യോ, എന്തു പറ്റി മോളെ? ചിത്തിര പെട്ടെന്ന് അവൾക്കടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു. എന്താ കണ്ണാ, കുട്ടിക്ക് എന്തു പറ്റി? മോഹനും ചോദിച്ചു. ഇവളൊന്നും പറയുന്നില്ല അച്ഛാ, അഗ്നി വിഷമത്തോടെ പറഞ്ഞു. വ്യാസ് അവളുടെ തലയിൽ തലോടി.
അവന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൾക്ക് വേദന തോന്നി. എന്തുപറ്റി മോളെ? അവൻ വീണ്ടും ചോദിച്ചു. ഏട്ടാ, മീനു അവൾക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ വഴക്കു പറഞ്ഞു. അവളുടെ ചുണ്ട് വിതുമ്പിപ്പോയി. വ്യാസ് അവളെ പകപ്പോടെ നോക്കി. എന്താ മീനു? അവൾ തേങ്ങി. അപ്പുവിന്റെ അഗ്നിയുടെയും വ്യാസിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മീനു! അടുത്ത നിമിഷം അഗ്നി അലർച്ചയോടെ അവളെ വിളിച്ചു. റൂമിൽ നല്ല ഉറക്കത്തിലായിരുന്ന മീനു ഞെട്ടി ഉണർന്നു. മീനു! വീണ്ടും അഗ്നിയുടെ ശബ്ദം. അഗ്നിയേട്ടനാണല്ലോ, എന്താണാവോ? അവൾ സംശയത്തോടെ തലമുടി വാരിക്കെട്ടി ലച്ചു ഇരുന്നിടത്തേക്ക് നോക്കി. ഇവളിതെവിടെ പോയി? അവൾ അമ്പരപ്പോടെ ലച്ചുവിനെ റൂമിലാകെ തിരഞ്ഞു. മീനു, ഇങ്ങോട്ട് ഇറങ്ങി വാ! അഗ്നി വീണ്ടും ശബ്ദമുയർത്തി. അവൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി ഹാളിലേക്ക് നടന്നു. ഹാളിൽ ചെന്നപ്പോ ആദ്യം കണ്ടത് ചിത്തിരയുടെ കയ്യിൽ നിന്നും ലച്ചുവിനെ പിടിച്ചു വാങ്ങി തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്യാസിനെയാണ്. അതിഷ്ടമാവാതെ മീനുവിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ലച്ചുവിന്റെ ശരീരത്തിന്റെ ഉലച്ചിൽ നിന്നും അവൾ കരയുകയാണെന്ന് മീനുവിന് മനസ്സിലായി. എല്ലാവരുടെയും ദേഷ്യത്തോടെയുള്ള നോട്ടം തന്നിലേക്ക് പാറി വീണതും ലച്ചു എല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ദേഷ്യത്തോടെ ലച്ചുവിനെ നോക്കി. പെട്ടെന്ന് അപ്പു അവളെ വലിച്ചുകൊണ്ട് വന്ന് അഗ്നിയുടെ മുന്നിൽ നിർത്തി. അഗ്നിയുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് പേടി തോന്നിയെങ്കിലും അവൾ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്താ അഗ്നിയേട്ടാ? അവൾ ചോദിച്ചു. എന്താന്ന് നിനക്കറിയില്ലേ? എന്തിനാടി ലച്ചു കരയുന്നേ? അഗ്നി ശബ്ദമുയർത്തി. അവൾ ലച്ചുവിനൊന്ന് നോക്കി. അഗ്നി ദേഷ്യപ്പെടുന്നത് കേട്ട് ലച്ചുവും വിരണ്ടു നിൽക്കുകയാണ്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോ മീനുവിന് പാവം തോന്നി. ഞാൻ ഇത്രത്തോളം ഇവളെ വിഷമിപ്പിച്ചോ? അവൾക്ക് വേദന തോന്നി. എങ്കിലും അവളെല്ലാം എല്ലാവരോടും പറഞ്ഞല്ലോ എന്നോർത്തപ്പോൾ ദേഷ്യവും തോന്നി. മീനു, ഏട്ടൻ ചോദിച്ചത് കേട്ടില്ലേ നീ? എന്തിനാ ലച്ചു കരയുന്നേന്ന്? അപ്പുവാണ്. അതെന്നോടാണോ ചോദിക്കുന്നേ? അവൻ ദേഷ്യപ്പെട്ടത് കേട്ട് സങ്കടം വന്ന് അവള് ചോദിച്ചു. അപ്പു പല്ല് കടിച്ചു. നിന്നോടല്ലാതെ പിന്നെ ആരോടാടി ചോദിക്കണ്ടേ? പറയടി, എന്തിനാ ലച്ചു കരയുന്നേ? നീ എന്തു പറഞ്ഞ് അവളെ കരയിപ്പിച്ച്? അഗ്നി അവളോട് കലിയോടെ ചോദിച്ചു. മീനുവിന് ശരിക്കും സങ്കടം തോന്നി. അപ്പോഴത്തെ ദേഷ്യത്തില് അവളോട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. പക്ഷെ വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിരുന്നു. രാവിലെ സോറി പറയാന്ന് കരുതിയതുവാ. പക്ഷെ ഇപ്പോ അവളൊന്ന് തേങ്ങി. എല്ലാവരും കൂടി തന്നെ വെറുത്തതുപോലെ തോന്നിപ്പോയി മീനുവിന്. മീനു, നീ വാങ്ങിക്കെന്റെ കയ്യിന്ന്. പെൺകുട്ടികളെ തല്ലി അഗ്നിക്ക് ശീലല്ല, അതിന് താല്പര്യമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഉള്ളതുപോലെ പറഞ്ഞോ. അഗ്നി അലറുകയായിരുന്നു. മീനുവിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അടുത്ത നിമിഷം അവൾ മുഖമുയർത്തി അഗ്നിയെ തുറച്ചു നോക്കി. അതെ, ഞാൻ തന്നെ അവളെ കരയിപ്പിച്ച്. നിങ്ങൾ രണ്ടാളും എൻ്റെ ഏട്ടന്മാരാ. ഇവര് രണ്ടാളും എൻ്റെ അമ്മായി മാമനോ. എനിക്കിഷ്ടല്ല നിങ്ങൾ ഇവളോട് സംസാരിക്കുന്നേ. വെറുപ്പ് എനിക്കത്. അവൾ അലറി. വ്യാസ് അവളെ അമ്പരപ്പോടെ നോക്കി. അല്പം വാശിയും കുശുമ്പുള്ള പെണ്ണാണ് മീനു എന്ന് അവന് മുന്നേ തന്നെ തോന്നിയിരുന്നെങ്കിലും ഇത്രത്തോളം മോശം ക്യാരക്ടറാണ് അവളുടേതെന്ന് അവന് അറിയുമായിരുന്നില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അഗ്നി അവളെ ദേഷ്യത്തോടെ നോക്കി. അതുകൊണ്ട് എന്താടി? അതെ, ഞങ്ങൾ നിന്റെ ഏട്ടന്മാര് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ നീ ഇതിനുത്തരം പറ. നീ എന്താ ഇവളോട് പറഞ്ഞേ? അപ്പു പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു. മീനു ദേഷ്യത്തോടെ ലച്ചുവിനെ നോക്കി. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് എല്ലാവരെയും നോക്കുകയാണ്. അയ്യോ, വഴക്ക് വേണ്ട. ഞാൻ പെട്ടെന്ന് എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയത് അഗ്നിയേട്ടാ. വഴക്കുണ്ടാക്കല്ല അപ്പുവേട്ടാ, പ്ലീസ്. ലച്ചു ഇടർച്ചയോടെ പറഞ്ഞു. മീനു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കി. നീ പറഞ്ഞിട്ട് വേണോ എൻ്റെ ഏട്ടന്മാർക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ? അവർക്ക് എന്നോട് ദേഷ്യപ്പെടുന്നെന്ന് തോന്നിയാ ദേഷ്യപ്പെടും. അതിന് നിനക്കെന്താ? അതെ, ഞാൻ പറഞ്ഞത് തന്നെയാ. നീ എൻ്റെ ഏട്ടന്മാരോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ. നീ അവരെ മയക്കി എടുക്കണ്ട സ്നേഹം കാണിച്ചിട്ട്. അതുപോലെ വ്യാസേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. പ്രണയം എനിക്ക്. ഞാൻ ഇയാളെ മാത്രമേ വിവാഹം കഴിക്കൂ. നാശം. അപ്പോഴേക്ക് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേക്കണം. എൻ്റെ വ്യാസേട്ടൻ. നീ ഇങ്ങനെ വ്യാസേട്ടനോട് ഒട്ടി നിൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, ജന്തു. മീനുവിന് ദേഷ്യം കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥയായിരുന്നു. എന്തൊക്കെയാണ് അപ്പോൾ പറയുന്നതെന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ലായിരുന്നു. അവളുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി എല്ലാവരും. അടുത്ത നിമിഷം അഗ്നിയുടെ മുഖം വെലിഞ്ഞു മുറുകി. ഡി! അഗ്നി അവളെ അടിക്കാനായി കൈ ഉയർത്തി. പക്ഷെ അതിനു മുന്നേ അവന്റെ കൈകളെ തട്ടിമാറ്റി മറ്റൊരു കൈ ഊക്കോടെ അവളുടെ കവിളിൽ പതിച്ചു കഴിഞ്ഞിരുന്നു. ആ! മീനു നിലത്തേക്ക് വീണുപോയി. എല്ലാവരും ഞെട്ടലോടെ ആ തല്ലിയ ആളെ നോക്കി. മീനു വീണിടത്തിരുന്ന് കവിള് പൊത്തിപ്പിടിച്ചുകൊണ്ട് മുന്നിൽ തന്നെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്നവനെ കണ്ണു നിറച്ചു നോക്കി. വ്യാസേട്ടൻ! അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഗ്നി വ്യാസിനെ ഒന്ന് നോക്കി തളർച്ചയോടെ സെറ്റിയിൽ വന്നിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മീനുവിന് ആദ്യമായിട്ടാ ഒരാൾ അടിക്കുന്നേ. അതിനേക്കാൾ അവനെ നോവിച്ചത് മീനുവിന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. എങ്ങനെ അവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞു? വ്യാസിന്റെ അനിയത്തിയല്ലേ ലച്ചു? എന്നിട്ടും അഗ്നി മുഖം പൊത്തി ഇരുന്നു പോയി. കണ്ണുകൾ കലങ്ങി ചുവന്നു. പക്ഷെ അതിനൊപ്പം അവൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഓർത്തതും അവന് തെല്ലും അത്ഭുതം തോന്നി. മീനുട്ടി, അവൾക്ക് എന്റെ വ്യാസിനെ ഇഷ്ടാന്ന്, പ്രണയാണെന്ന്.
അഗ്നിക്ക് സന്തോഷം തോന്നിയ വാർത്തയായിരുന്നു അതെങ്കിലും ആ നിമിഷം അവനുള്ളിൽ എല്ലാം കൂടി നോവാണ് തീർത്തത്. അപ്പു അഗ്നിയുടെ തോളിൽ കയ്യമർത്തി. അഗ്നി നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അഗ്നിക്ക് അതിനേക്കാൾ വേദന തോന്നി. മോഹനും ചിത്തിരയും എന്തു പറയണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും വ്യാസ് ദേഷ്യത്തോടെ താഴ്ന്നു വന്ന് മീനുവിന്റെ കയ്യിൽ കയറി പിടിച്ചിരുന്നു. എണീക്കടി അവിടുന്ന്. അവൻ അലറിക്കൊണ്ട് അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ആ വ്യാസേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഏട്ടാ വേണ്ട. ലച്ചു പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. മാറിപ്പൊക്കോ ലച്ചു, അല്ലെങ്കിൽ നിനക്കായിരിക്കും എന്റെ കയ്യിൽ നിന്ന് അടുത്തത് കിട്ടാൻ പോകുന്നേ. അവൻ ലച്ചുവിനോട് അലറി. ലച്ചു പേടിയോടെ പുറകിലേക്ക് നിന്നു. ആരും വ്യാസിനെ തടഞ്ഞില്ല. എല്ലാവരുടെയും മനസ്സിൽ അപ്പോഴേക്കും മീനുവിനോട് അത്രത്തോളം ഇഷ്ടക്കേട് നിറഞ്ഞിരുന്നു. മീനു വ്യാസിനെ പേടിയോടെ നോക്കി. നീ നീ എന്താ പറഞ്ഞേ? എന്നോട് നിനക്ക് പ്രണയാണെന്നോ? അവന്റെ സ്വരത്തിൽ പുച്ഛം. മീനു അവനെ വേദനയോടെ നോക്കി. സത്യമായിട്ടും എനിക്ക് ഇഷ്ടാ വ്യാസേട്ടാ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. വ്യാസ് അവളെ ദേഷ്യത്തോടെയാണ് നോക്കുന്നതെങ്കിലും അവന്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. ഉള്ളിൽ അവളോടുള്ള പ്രണയം മൂടപ്പെട്ടു തുടങ്ങിയിരുന്നു. തുടരും.